രക്ഷകനെ തൃക്കൈയാൽ വാഴ്ത്തണമേ നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം. Hallelujah, hallelujah. നാദാനിൽ വെളിവും വിശ്വാസമതും നൽകിടേണമേ. സാന്ത്വനമരുളി പാവനഗിരി ശിബിരങ്ങളിലേക്കു നയിച്ചിടണമെന്നേ. മടക്കത്തോട് ചെവി കൊടുക്കാൻ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനോചങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയോസായ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ കോടി കടന്നു പോകുമ്പോൾ ധനവാനും ചിത്രകാര പ്രമാണിയുമായ സക്കായി എന്ന പേരുള്ള ഒരുവൻ യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തമത് കഴിഞ്ഞില്ല എന്നാൽ സക്കായി മുഖം പറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുമ്പയോടെ ഒരു കാട്ടത്തിയിൽ കയറിയിരുന്നു. അതിലെയായിരുന്നു യേശുവിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു തമ്പുരാൻ അവനെ കണ്ടിട്ട് അവനോട്, സക്കായി, നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അതുകൊണ്ട് നീരസപ്പെട്ട് ഇവൻ ഭാവിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിക്കുമല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതൊരുവനും എന്തെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളത് ഒന്നിന് 4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അരുൾ ചെയ്തു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ ഭവന ശുദ്ധീകരണത്തിനുള്ള നിലപ്പായി തീരുവാൻ തക്കവണ്ണം ഈ വെള്ളം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവനോളം ജീവിപ്പിക്കുന്നതുമായ സ്നേഹപാഠടയാളത്താൽ ഈ ഭവനമേകമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു.
വാഴ്വമ്പോടെ വീണ്ടും വീട്ടാകും നാഥ നൽകാം. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ ഈ ഭവനവും നീക്കുമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധന്മാരും ആർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വന്നോടെ വീടിനും വീട്ടാർക്കും നാഥ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്നേഹയുടെ അടയാളത്താൽ ഈ ഭവനം നീക്കുമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധന്മാരും ആർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻപോടെ വീടിനും വീട്ടാർക്കും നാഥ നൽകാം. മാതാവും ശുദ്ധന്മാരും ആർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻപോടെ വീടിനും വീട്ടാർക്കും നാഥ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്നേഹപാഠയാളത്താൽ ഈ ഓരോ നീക്കുമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീപാഠ്യത്താൽ ഈ ഭവനം നീക്കുമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീപാഠ്യത്താൽ ഈ ഭവനത്തിന്റെ പാചകശാല നീക്കുമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധന്മാരും ആർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വന്നോടി വീടിനും വീട്ടാർക്കും നാഥ നൽകാം. മാതാവും ശുദ്ധന്മാരും ആർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻപോടി വീടിനും വീട്ടാർക്കും നാഥ നൽകാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ പുത്രനും സുഖൻ ഞങ്ങളിൽ അടിവാർത്തൻ പക്കലപേക്ഷയാണ് എന്റെ മക്കളായി നിന്നെ സ്നേഹിക്കുന്നവരായി നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നവരായി ജീവിതമാണെന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസദാതാവായ പരിശുദ്ധ റൂഹായുടെ സഹവാസവും ഈ ഭവനത്തോടുകൂടെ Thank you.
ഏതടുപ്പാ കത്തിക്കുന്ന അടുപ്പ് കത്തിച്ചോ. രണ്ടമ്മമാരോട് ഇങ്ങനെ പറയും. 3 പേരോട് പിടിച്ചാൽ അമ്മ, 2 അമ്മമാരും ഈ വീട്ടിന്റെ അമ്മയും അങ്ങോട്ട് വെച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ഇനി തിളച്ച് പോകണോ ആ കാര്യങ്ങളൊക്കെ അതിന്റെ